അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില സഹോദരങ്ങൾ പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ത്വരീഖത്തൊക്കെ? നമുക്ക് ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചാൽ പോരെ? ത്വരീഖത്ത് ആവശ്യമുണ്ടോ എന്ന്. ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഈ മേഖലയിലാണല്ലോ, സംശയങ്ങൾക്ക് ആസ്പദമുണ്ടാക്കുന്നുണ്ടല്ലോ എന്നതൊക്കെയാണ് ചോദ്യത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, എവിടെയാണോ മൂല്യമുള്ള ഒരു സാധനം ഉള്ളത് അവിടെയാണല്ലോ ഡ്യൂപ്ലിക്കേറ്റിന് സാധ്യത ഉണ്ടാവുക. യാതൊരു വിലയില്ലാത്ത സാധനത്തിൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വാല്യൂവിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള, അതിൻ്റെ സാധ്യതയെ നമ്മൾ അറിയാനുള്ള ഒരു ഉപാധിയായി കാണേണ്ടത്. ശരിക്ക് ത്വരീഖത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീഅത്തോടൊപ്പം അവിടുത്തെ സഹാബാക്കൾക്ക് കൈമാറിയിട്ടുള്ള ആത്മശുചീകരണത്തിൻ്റെ, ഹൃദയശുചീകരണത്തിൻ്റെ, സ്വഭാവ സംസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ജീവിത ദൗത്യം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ത്വരീഖത്ത് എന്ന പദത്തിനർത്ഥം വഴി എന്നതാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വഴി എന്തെന്നാണോ ആ വഴിയാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്ത്. ഇപ്പോൾ ത്വരീഖത്ത് ഇല്ലാതെ ഒരിക്കലും ഒരാളുടെ ഈമാനും ശരിയായിക്കൊള്ളണമെന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ നമ്മൾ സഞ്ചരിക്കേണ്ട മാർഗത്തെ, ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഏതാണ് ആ വഴി? അത് സിറാത്ത, അത് ത്വരീഖാണ്, ഒരു വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് മഹാന്മാരായ മശായിഖുമാരുടെ വഴിയാണെന്ന് തുടർന്ന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് ആ വഴിയെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കള്ളന്മാരുണ്ടല്ലോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്നതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പം ഞാൻ ഒരിക്കൽ എൻ്റെ മുർഷിദായ ഷറഫുദ്ദീൻ ഖലീലി ഉസ്താദിനോട്, തുവലല്ലാഹു ഉസ്താദിനോട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഉസ്താദെ, ഈ പിഴച്ച ത്വരീഖത്തുകളെ മനസ്സിലാക്കാൻ എന്താണ് വഴി എന്ന് ചോദിക്കണ്ടായി. വളരെ അർത്ഥവത്തായ 3 കാര്യങ്ങൾ ഉസ്താദ് എനിക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ ആ 3 കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം ഉസ്താദ് പറഞ്ഞത്, അവരുടെ കയ്യിൽ, കള്ള ശൈഖന്മാരുടെ കയ്യിൽ, കള്ള മുറബിയുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള മാരിഫത്തോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള തർബിയത്തിൻ്റെ ഇൽമോ, തൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള തർബിയത്തിൻ്റെ ഇൽമോ തൻ്റെ കയ്യിലുണ്ടാവില്ല. എന്നാൽ ഒരു ഹൈബത്തും വഖാറും ഒക്കെ കാണിക്കേണ്ടതുണ്ട്. ഇല്ലാത്ത ഒന്നിനെ പൊലിപ്പിച്ച് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവരുടെ വേഷം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസ്താദ് പറഞ്ഞു, 2, 3, 4, 5 മോതിരങ്ങളൊക്കെ വിരലുമ്മൽ അണിയുക. അതുപോലെ തന്നെ വസ്ത്രത്തിലൊക്കെ ഒരുപാട് മേത്തുകൂടി അയൽ പൊളിഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ, അതുപോലെ വസ്ത്രങ്ങൾ തലയിൽ കെട്ടും, അതിൻ്റെ പുറമെ വല്യം, പിന്നെ അതിൻ്റെ പുറമെ വേറെ എന്തെങ്കിലും ടവലും അതും ഇതൊക്കെ ആയിട്ട് ഇല്ലാത്ത ഒന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട്, ഒരു ശൈലി, നമുക്ക് അരോചകമായി തോന്നുന്ന ഒരു ശൈലി അവരുടെ കയ്യിലുണ്ടാകുമെന്നതാണ്. ഇനി അങ്ങനെ ഒന്നുമല്ല, അദ്ദേഹത്തെ അടുത്ത നമുക്കറിയാം, അങ്ങനെ വസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിച്ച് പോവുകയാണെങ്കിൽ, പിന്നെ രണ്ടാമത്തെ ഒരു പിഴവ് എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു സ്വഭാവമായിരിക്കില്ല. നമ്മളോട് അടുത്ത് ഇടപഴകാൻ അവർക്ക് കഴിയില്ല. അതായത് രണ്ടാമതായി ഉസ്താദ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അവർ നമ്മളിൽ നിന്ന് ഒരകലം കാത്തു സൂക്ഷിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുമല്ലോ, പഴമൊഴി ഉണ്ടല്ലോ, അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങൻ്റെ പുളി അറിയാൻ.
അതുപോലെ അടുത്ത് ഇടപഴകുമ്പോൾ നമ്മുടെ രഹസ്യം പൊളിയും എന്നതിൻ്റെ പേരിൽ അത്തരം ആളുകൾ കള്ള ശൈഖന്മാർ എപ്പോഴും മുരീദുമാരിൽ നിന്ന് ഒരു കൃത്യമായ അകലം കാത്തു സൂക്ഷിക്കും. ഒരിക്കലും അടുത്ത് ഇടപഴകൂല. അടുത്ത ഇടപഴകുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള ആ രഹസ്യം പൊളിയും എന്നതിൻ്റെ പേരിൽ അകലം കാത്തു സൂക്ഷിക്കും. എന്നാൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ്. നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, നിങ്ങളോട് ഏറ്റവും അടുപ്പം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റസൂലിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നു. സഹാബാക്കൾ പറയുകയുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും നബിക്ക് ഏറ്റവും അടുപ്പം എന്നോടാണല്ലോ എന്ന് തോന്നുമായിരുന്നു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. ഷായിഖുമാർ എന്ന് പറയുന്നത് ആ പരിശുദ്ധമായ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൗത്യം അവരിലൂടെയാണ് നിലനിൽക്കുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മവാഹിറുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ കാണിക്കുക എന്നതാണ് മശായിഖുമാരുടെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ സ്വഭാവവും അട്രാക്റ്റീവായ ഒരു സ്വഭാവമായിരിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഇവിടെ സ്വഭാവ മഹിമയുടെ പരിപൂർണതയെ നടപ്പിൽ വരുത്തുക എന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതായിരുന്നു റസൂലുള്ളാഹിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവർ വളരെ ദയാലുവായിരിക്കും. അവർ നമ്മളോട് വളരെ അടുത്ത് ഇടപഴകുന്നവരായിരിക്കും. അവരുടെ അടുത്തിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മളെ സംസ്കരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അവരോട് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ പറയാനോ നമ്മുടെ വിഷമങ്ങൾ പറയാനോ യാതൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അത്രയും കുലീനമായിട്ടായിരിക്കും, അത്രയും ദയാപരമായിട്ടായിരിക്കും അവരുടെ ഇടപെടലുകൾ നമ്മളോട് ഉണ്ടാവുക. ഒരിക്കലും നമ്മളിൽ നിന്നൊരു അകൽച്ച, അവർക്ക് നമ്മളിൽ നിന്നൊരു അകൽച്ച ഉണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ അവരുടെ അടുത്തുനിന്ന് പെരുമാറ്റം ഉണ്ടാവില്ല എന്നാണ്. അവർക്ക് അടുത്ത് ഇടപഴകാൻ കഴിയുമെന്നതാണ്. ഇനി അതും ഒരാൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത ഒന്ന് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന മൂന്നാമത്തെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പരിശുദ്ധ ഉസ്താദ് പറയാണ്, ഷറഫുദ്ദീൻ ഖലീലി ഉസ്താദ് അവർ പറഞ്ഞതാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരോട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ അടുത്ത് ഇടപഴകാതിരിക്കും എന്നുള്ളതാണ് രണ്ടാമതായി പറഞ്ഞത്. ഇനി അഥവാ അടുത്ത് ഇടപഴകുകയാണെങ്കിൽ അവർ ശരീഅത്തിനെതിരെ സംസാരിക്കുമെന്നതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലൂടെ ആ റസൂലുള്ളാഹിയുടെ ജീവിതം കൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത്. ശരീഅത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ത്വരീഖത്ത് എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ പരിശുദ്ധമായ ശരീഅത്തിനെതിരെ അവർ സംസാരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കള്ള ശൈഖിനെ അല്ലെങ്കിൽ ഒരു കള്ള ത്വരീഖത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അവർ ശരീഅത്തിന് എതിരായി സംസാരിക്കുന്നു എന്നതാണ് നമ്മൾ മറ്റൊന്ന് അവരിൽ നിന്ന് കാണേണ്ടത്. അപ്പോൾ അതവിടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അവർ ശരീഅത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ എത്രമാത്രം ഗൗരവതരമായാണ് അവർ കാണുന്നത് എന്ന് അവരുടെ അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നുകൊണ്ട് ഉസ്താദ് അവറുകൾ പറഞ്ഞു, അതായത് ഇങ്ങനെയാണ് നമുക്കൊരു കള്ള ത്വരീഖത്തിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നത്. പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിത ദൗത്യം മുഴുവൻ എന്തായിരുന്നു? ഈ ശരീഅത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ശരീഅത്തിന് എതിരെ സംസാരിക്കുക എന്നത് ഒരു ശരിയായ ത്വരീഖത്തിൻ്റെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ത്വരീഖത്തിൻ്റെ ആളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാത്ത ഒന്നായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മുറബ്ബിയായ ഒരു ഷെയ്ഖിൻ്റെ പ്രത്യേകതകൾ ഒന്നാമതായി അവരുടെ വേഷവും വസ്ത്രവും അവരുടെ സ്വഭാവവും അവരുടെ രീതിയും ഒക്കെ പരിശുദ്ധവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുന്ന രീതിയിലായിരിക്കും എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ത്വരീഖത്തിനെ പിൻപറ്റി ജീവിക്കാൻ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശരിയായ ഒരു ത്വരീഖത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും എത്തിക്കുമാറാവട്ടെ.
അപ്പോൾ നമ്മൾക്ക് കിട്ടിയ മശായിഖുമാരെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഷെയ്ഖുമാരെ കിട്ടിയ ആളുകൾക്ക് ആ ഷെയ്ഖിനെ പിൻപറ്റിക്കൊണ്ട് അവിടത്തേക്ക് സമർപ്പിതമായി തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ വഴിയിലായി അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി മശായിഖുമാർ ഏത് രൂപത്തിൽ നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അതുപോലെ നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ സ്വയം ആത്മാവിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന ആശ്വാസത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.